EVM ഗ്രൂപ്പിൻ്റെ ചെയർമാനായ EM ജോണി 1944 മാർച്ച് മാസം 7-ാം തീയതി ശ്രീ EV മത്തായിയുടെ മൂത്ത മകനായി ജനിച്ചു. എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം കോഴിപ്പള്ളി സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ പഠനം കഴിഞ്ഞ് 1962 മുതൽ ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിലാണ് കോളേജ് പഠിത്തം ആരംഭിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടർച്ചയായി 4 വർഷം കേരള യൂണിവേഴ്സിറ്റി വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനും റെക്കോർഡ് ഹോൾഡറും യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനുമായിരുന്നു. അതേ കാലയളവിൽ തുടർച്ചയായി 4 വർഷക്കാലം കേരള യൂണിവേഴ്സിറ്റി ഷോട്ട് പുട്ട് ചാമ്പ്യനും റെക്കോർഡ് ഹോൾഡറുമായിരുന്നു EM ജോണി. വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് കൂടുതൽ താല്പര്യം സ്പോർട്സും ഗെയിംസിനോടായിരുന്നു. 4 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് 2 യൂണിവേഴ്സിറ്റി ഫസ്റ്റും 300 രൂപ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് അന്ന് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചത്. പിന്നീട് പിതാവായ ശ്രീ EV മത്തായോടൊപ്പം മലഞ്ചരക്ക് വ്യാപാരത്തിൽ ചേരുകയും ക്രമേണ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുൽത്തൈല വ്യാപാരം വിപുലീകരിച്ച് കേരളത്തിലെ പലയിടങ്ങളിലും ബ്രാഞ്ചുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ബോംബെയിലെയും റഷ്യയിലെയും പ്രമുഖ കമ്പനികളുമായി വ്യാപാരം ആരംഭിച്ചു. റഷ്യയുടെ പതനത്തിനു ശേഷം റബ്ബർ വ്യാപാര മേഖലയിലേക്ക് തിരിയുകയും ഇന്ത്യയിലെ MRF, സിയറ്റ് പോലുള്ള പ്രമുഖ ടയർ കമ്പനികളിലേക്ക് റബ്ബർ സപ്ലൈ ആരംഭിക്കുകയും ചെയ്തു. 2000 ആണ്ടിലാണ് ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ഹോണ്ട കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് സ്കൂട്ടർ, മോട്ടോർ സൈക്കിള് ആരംഭിച്ചപ്പോൾ അതിൻ്റെ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ഡീലർഷിപ്പാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അത് മുതലാണ് ഓട്ടോമൊബൈൽ ഫീൽഡ് പിന്നെ ഓരോന്നായിട്ട് തുടങ്ങിയത്. അതൊരു നല്ലൊരു കാൽവെപ്പായിരുന്നു. ഹോണ്ടയിൽ തുടങ്ങിയ EVM 2 തവണ ഇന്ത്യയിലെ നമ്പർ 1 ഡീലർഷിപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കേരളത്തിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ EVM ഗ്രൂപ്പ് തീരുമാനിച്ചു. The rest is history. Volkswagen, BMW, Porsche, Mini, Nissan, MG Motors, Citroën, BYD, Skoda, Ashok Leyland, Honda Big Wing, Ather, Motorrad, Ducati, Indian മുതലായ വാഹനങ്ങളുടെ സെയിൽസും സർവീസും EVM ആരംഭിച്ചു. എറണാകുളത്തെ കവിതാ തിയേറ്റർ ഉൾപ്പെടെ പല സിനിമാ തിയേറ്ററുകളും മൂന്നാർ, കുമളി, മുഹമ്മ, വൈത്തിരി എന്നിവിടങ്ങളിലെ ആഡംബര റിസോർട്ടുകളും ഇന്ന് EM ജോണിക്ക് സ്വന്തം. ഏതൊരാളുടെയും വിജയങ്ങൾക്ക് പുറകിൽ ഒരു വനിതയുണ്ടാകും. 1970 ലീലയെ സഹധർമ്മിണിയായി സ്വീകരിച്ചു. 4 ആൺമക്കളും 5ാമത്തെ 2 പെൺമക്കളും ഉൾപ്പെടെ 6 മക്കളുണ്ട് EM ജോണിക്കും ലീലയ്ക്കും. മൂത്ത മകൻ സാജു കവിതാ തിയേറ്റർ ഉൾപ്പെടെ തിയേറ്ററുകളുടെ മേൽനോട്ടം വഹിക്കുന്നു. 2ാമത്തെയും 3ാമത്തെയും മക്കളായ സാബുവും മാർട്ടിനും ചേർന്ന് ഓട്ടോമൊബൈൽ ബിസിനസ് കൈകാര്യം ചെയ്തു വരുന്നു. 4ാമത്തെ മകൻ സോണി ഹോട്ടലുകളുടെ മേൽനോട്ടം വഹിക്കുന്നു.